നിങ്ങക്ക് ഞാൻ എന്റെ ഉണ്ണിയോളുണ്ടാക്കിയ ബാത്ത് കാണിക്കാം കേട്ടോ. സാധാരണക്കാർക്ക് വേണ്ടേ ബാത്ത് ടബിലൊക്കെ കുളിക്കല്ലേ. മഴയും വെള്ളവും ഒക്കെ കാരണം കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സഹോദരങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് നമുക്കൊക്കെ നല്ല ബോധ്യമുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്ക് അത് അതിൻ്റെതായ ആഴത്തിൽ മനസ്സിലായിക്കോണമെന്നുണ്ടാവില്ല. അപ്പോൾ ലീവൊക്കെയാണ്, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ അവറ്റങ്ങൾക്കും ആകെ മടുക്കൂല്ലേ. അപ്പോൾ നമ്മുടെ ഉണ്ണികൾക്ക് ഇത്തിരി സന്തോഷങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. സ്വന്തവും ബന്ധവും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് വാവിട്ട് കരയുന്ന അമ്മമാരെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതുമാതിരി തന്നെ രക്ഷിതാക്കളൊക്കെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞു മക്കളല്ലേ. നാളെ നമുക്ക് എന്താണ് വെച്ചേക്കേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ നമുക്ക് ദൈവം തന്ന ആയുസ്, നമുക്ക് ദൈവം തന്ന ഓരോ ദിവസവും നമുക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെയുള്ള നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അവർക്ക് സന്തോഷമാകാൻ വേണ്ടി ഇത്തിരിയൊക്കെ മെനക്കെടുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ടി വി ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും വയനാട്ടിലെ ദുരന്തങ്ങളുടെ ഒരുപാട് ന്യൂസുകൾ ഞാൻ കാണാറില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തലവേദന പിന്നെ മാറുകയേ ചെയ്യില്ല. ഭയങ്കര ഒരു മരവിപ്പായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് രണ്ടു നേരവും ഭഗവാനെ മുട്ടിപ്പ് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും അവർ ഉൾക്കൊള്ളിക്കുന്നുമുണ്ട്. അതുപോലെ നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുകയും ചെയ്യും. നമ്മളെപ്പോലുള്ളവർക്ക് എന്തുമാത്രം സഹായിക്കാൻ കഴിയും ആ ഒരു സഹായം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ സഹജീവികളോട് സ്നേഹവും കരുണയും ഇല്ലാത്തവരാണെന്ന് കണക്കാക്കരുത്. ഇൻസ്റ്റയിലൊക്കെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് അനാവശ്യ കാര്യങ്ങളൊക്കെയാണ് കമൻ്റായിട്ടിടുന്നത്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഒക്കെ കാണാം, അതിൽ ഒരുപാട് കമൻ്റൊക്കെ ഇടാം. പക്ഷേ നമ്മളെപ്പോലെയുള്ളവർ ചില വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ് വലിയ പ്രശ്നം. സ്വന്തവും ബന്ധവും പോലും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ആൾ നഷ്ടപ്പെട്ടാലും കൂടെ ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് അവരൊക്കെ ജീവിച്ചു പോകുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ ആശ്ചര്യം തോന്നാറുണ്ട് അല്ലേ. എങ്ങനെയാണ് അവരതിനോട് പൊരുത്തപ്പെട്ട് ഇത്രയും ധൈര്യം വന്നത് എന്നൊക്കെ. സാഹചര്യമാണ് മനുഷ്യനെ കഠിന ഹൃദയരാക്കണത്. മറക്കാനും മരവിക്കാനും നമുക്കൊരു കഴിവില്ലെങ്കിൽ നമുക്ക് ആർക്കും മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരെയും ഒരേ കണ്ണാൽ കാണരുത്. മുന്നിൽ കാണുന്ന ഒരാളുടെ സ്വഭാവം എങ്ങനെയാണ്, അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾ വിലയിരുത്തുകയും ചെയ്യരുത്. അതൊക്കെ വെറുതെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള ഒരു ഉപാധി മാത്രമേ ആവുള്ളൂ. നേരിട്ട് കാണാത്ത, പരിചയമില്ലാത്ത മറ്റുള്ളവരെ നിങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. നിങ്ങളിടുന്ന കമൻറ്റിലൂടെ നിങ്ങളെയും വിലയിരുത്താം, നിങ്ങളെങ്ങനത്തെ ആൾക്കാരാണെന്ന് അല്ലേ. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവട്ടെ. സഹജീവികളോട് എങ്ങനെ ഏത് മനോഭാവത്തിൽ പെരുമാറണമെന്ന് അവരവർക്ക് നല്ല ബോധ്യമുണ്ട്. ആരെയും നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കാതിരിക്കുക. ആരുടെയും ലൈഫിൽ കയറി വ്യക്തിപരമായ രീതിയിൽ മറ്റുള്ളവർക്ക് വേദനിക്കുന്ന രീതിയിൽ അഭിപ്രായം പറയാതിരിക്കുക. അതിനെങ്കിലും നമ്മളൊക്കെ സഹോദരങ്ങളാണ്. ആ ഒരു നിലയിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഉണ്ണികളുമായിട്ട് അവരുടെ ഒരു സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങൾ ഈ ഒരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പുറത്തേക്കുക. അത്രയും അധികം വിവരമോ വിജ്ഞാനമോ ഒന്നുമില്ല. നമ്മൾ ഈ യൂട്യൂബിൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴേ കുറച്ചധികം ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും നമ്മളുടെ വ്യൂസും കാര്യങ്ങളൊക്കെ സ്റ്റക്കാവും. അതുകൊണ്ടാണ് നമ്മൾ പറ്റുന്ന മാതിരി വീഡിയോസൊക്കെ എടുത്ത് ഇടയിലൂടെ ഇങ്ങനെ കയറ്റി വിടുന്നത്. അതിലൊന്നോ രണ്ടെണ്ണം ഇൻസ്റ്റയിലും എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു പഴിയൊക്കെ കേൾക്കേണ്ടി വന്നത്. അതോടുകൂടി ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്നത് തൽക്കാലം ഞാൻ നിർത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ കമൻറ്റിൽ വന്ന് ഈ പച്ചത്തെറികൾ പറയുന്നവരുണ്ടല്ലോ, പല വീഡിയോസിൻ്റെയും അടിയിൽ ചെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലുള്ള വീഡിയോസിൻ്റെ അടിയിൽ ചെന്ന് തീ കത്തിപ്പാറുന്ന ഇമോജീസൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയുള്ളവരാണ് നമ്മളുടെ പോലെ സാധാരണ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഇമാതിരി അഭിപ്രായം തുരുതുരാ കമൻ്റ് ഇട്ടേക്കുന്നത്. നമ്മളെ ഒട്ടും ഇഷ്ടപ്പെടാത്ത, മനസ്സിലാക്കാത്ത, അസഹനീയമായ കമൻ്റ് ഇടുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കമൻറ്റ്സ് ഡിലീറ്റാക്കി അവരെ ബ്ലോക്കാക്കി മുന്നോട്ട് പോവുക. അത്തരക്കാരോട് തർക്കിക്കാനുള്ള സമയം നമ്മുടെ കയ്യിലില്ല. ഇനിയൊരു ദുരന്ത വാർത്ത ആരും കേൾക്കാതിരിക്കട്ടെ.